ഹലോ, വെൽക്കം ടു റീനസ് അക്കാഡമി. ക്യാമറ റോ 16 റിലീസായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് നോക്കണ്ടേ? ലെറ്റ്സ് ഗോ. അപ്പോൾ ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് പോയിന്റ് കളറാണ്. പോയിന്റ് കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഒരു കളർ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, കളർ ആവശ്യമുള്ള രീതിയിലേക്ക് മാറ്റുന്നു. വെരി സിമ്പിൾ. ഇത് ഗ്ലോബൽ അഡ്ജസ്റ്റിങ്ങിന് മാത്രമല്ല, മാസ്കിനകത്തും നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെ മാസ്ക് ചെയ്ത് വെച്ചതിന് ശേഷം അതിനകത്ത് നിന്ന് നമുക്ക് ഈ പോയിന്റ് കളർ എടുത്തതിന് ശേഷം ആ കളർ മാത്രം പിക്ക് ചെയ്ത് അതിൻ്റെ കളർ ഇതുപോലെ മാറ്റാം. സോ ദിസ് ഈസ് വെരി 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 യൂസ്ഫുൾ, എസ്പെഷ്യലി ഇൻ മാസ്കിങ്ങിനകത്ത് നമുക്ക് ഹ്യൂ സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതുവരെ ഒരു ടൂൾ ഉണ്ടായിരുന്നില്ല. ആ കുറവ് ഇത് നികത്തിയിട്ടുണ്ട്. ഇറ്റ്സ് എ ഫാൻറ്റാസ്റ്റിക് അപ്ഡേറ്റ് ഫ്രം അഡോബ്. ആൻഡ് അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ലെൻസ് ബ്ലർ ആണ്. ലെൻസ് ബ്ലർ അപ്ലൈ കൊടുത്തതിന് ശേഷം ഇവിടെ ഫോക്കൽ റേഞ്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഏത് ഫോക്കൽ റേഞ്ചിലാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്? ലുക്ക്, ഇറ്റ്സ് ഷിഫ്റ്റിംഗ്. നോക്കൂ. ഇനി ഇവിടെ നമുക്ക് ബ്ലറിൻ്റെ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാന്നൊക്കെ പറയുന്നത് സിമ്പിളാണ്. ഇറ്റ്സ് അമേസിങ് ഫീച്ചറാണ്. ബൊക്കെ നമുക്ക് ആവശ്യമുള്ള ബൊക്കെ സെലക്ട് ചെയ്യാം. അപ്പേഴ്ചർ ബ്ലൈഡ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇത് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ബൂസ്റ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. ആൻഡ് വിഷ്വലൈസ് ഡെപ്ത് മാപ്പിംഗ് അവൈലബിൾ ആണ്. ഇപ്പോൾ എവിടേക്കാണോ നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടത് ജസ്റ്റ് അതിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സബ്ജക്റ്റിനെ അവെയർ ചെയ്തിട്ടും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയും അവൈലബിൾ ആണ്. ഈ ഷൂട്ടർ എടുത്തിട്ട് അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. സോ അത് ഫോക്കസായി. ഇനി ഇങ്ങോട്ട് ഫോക്കസ് ഷിഫ്റ്റിംഗ് വേണോ, ജസ്റ്റ് അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഫോക്കസ് ഈസ് അവൈലബിൾ. സോ ദിസ് ടു ഫീച്ചേഴ്സ് ആർ അമേസിങ്. ആൻഡ് നമുക്കിത് റിഫൈൻ ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഉണ്ട് കേട്ടോ. കംപ്ലീറ്റ്ലി അണ്ടർ കൺട്രോളാണ്. നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ മാസ്ക് ചെയ്ത് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാം. അതുപോലെ തന്നെ ബ്ലർ ചെയ്യേണ്ട ഏരിയ, കുറച്ചും കൂടി ബ്ലർ ചെയ്യേണ്ട ഏരിയ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മാനുവലായിട്ട് ചെയ്യാവുന്ന ഫീച്ചേഴ്സും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ഇൻസെയിൻ അപ്ഡേറ്റ്. ലൈറ്റ് റൂമിൻ്റെയും അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ഇത്രയും ഫീച്ചേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഇതേ ഫീച്ചേഴ്സ് ലൈറ്റ് റൂമിനകത്ത് അവൈലബിൾ ആണ്. ഇവിടെ പ്രീസെറ്റ് സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പ്രീസെറ്റുകൾ ഇതുപോലെ സെർച്ച് ചെയ്തെടുക്കാം. അധികം വൈകാതെ തന്നെ ആ ഫീച്ചർ ക്യാമറ റോയിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല. പെർഫോമൻസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് ഫീച്ചർ കേട്ടോ. ഒത്തിരി സമയം എടുത്തിട്ടാണ് നമ്മൾ പീപ്പിൾ സെലക്ഷൻ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ പീപ്പിൾ സെലക്ഷനൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഈസി ആയിട്ട് വന്നു. ക്ലോസ് സെലക്ഷൻ ഇറ്റ്സ് വിത്തൗട്ട് എനി ഡിലേ. മുമ്പ് നമ്മൾ സെലക്ട് സബ്ജക്റ്റ് ഒക്കെ കൊടുത്ത അതേ സ്പീഡിൽ നമുക്ക് പീപ്പിൾ സെലക്ഷനും സ്പീഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് സ്കൈ റീപ്ലേസ്മെൻ്റ് ആണ്. അതായത് ലൈറ്റ് റൂമിനകത്ത് സ്കൈ റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വരുന്ന റൂമേഴ്സ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ അപ്ഡേറ്റ്സ്.